MSc ഫോറൻസിക് സയൻസ് ആണ് എടുത്തത് കുസാറ്റിൽ. ഞാൻ എന്നിട്ട് സെക്കൻഡ് ഇയറിലാണ് സ്പെഷ്യലൈസേഷൻ വന്നത്. അപ്പോൾ ഞാൻ സൈബർ ഫോറൻസിക് എന്നുള്ള സ്പെഷ്യലൈസേഷനിലാണ് ഇപ്പോൾ ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. നമസ്കാരം. MSc ഫോറൻസിക് സയൻസിൽ 5ാം റാങ്ക് കരസ്ഥമാക്കി പടിഞ്ഞാറക്കടുങ്ങല്ലൂർ അബ്ദുൽ മനാഫിൻ്റെയും വാഹിദയുടെയും മകൾ അഫ്നിദ മനാഫിന് ജെ ടൈംസ് ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ. കളമശ്ശേരി കുസാറ്റിൽ നിന്നും 5ാം റാങ്കോടെ പാസ്സായ അഫ്നിദയുടെ വിശേഷങ്ങൾ പങ്കുവച്ച് ചാനലിനോട് സംസാരിക്കുന്നു. ഒപ്പം രക്ഷിതാക്കളും. ഞാൻ MSc ഫോറൻസിക് സയൻസ് ആണ് എടുത്തത് കുസാറ്റിൽ. ഞാൻ എന്നിട്ട് സെക്കൻഡ് ഇയറിലാണ് സ്പെഷ്യലൈസേഷൻ വന്നത്. അപ്പോൾ ഞാൻ സൈബർ ഫോറൻസിക് എന്നുള്ള സ്പെഷ്യലൈസേഷനിലാണ് ഇപ്പോൾ ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ റാങ്ക് കിട്ടിയത് ഏത് വിഷയത്തിനാണ്? റാങ്ക് MSc ഫോറൻസിക് സയൻസിൽ 5th റാങ്ക്. 5th റാങ്കാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയല്ല, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇതിന് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ബുക്കൊന്നുമില്ല. കുറേ റിസർച്ച് പേപ്പർ വായിക്കണം. പിന്നെന്താ, കൂടുതലും നെറ്റ് സോഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പഠിക്കാനായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. രാവിലെയാണ് കൂടുതലും ഞാൻ പഠിക്കൽ. ശരിക്കും ഈ കോഴ്സ് എടുക്കാൻ എന്താണ് ഒരു പ്രേരണ ഉണ്ടായത്? ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ BScയും ഫോറൻസിക് തന്നെ എടുത്തത്. ഇൻട്രസ്റ്റ് തോന്നിയിട്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് MScക്കും ഫോറൻസിക്കിനും. അപ്പോൾ ശരിക്കും ഈ കോഴ്സ് എടുത്തതിലൂടെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണല്ലോ. അത് ഏത് വിഭാഗത്തിലേക്കാണ് ശരിക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ളത്? ഒന്ന് ജോലി കിട്ടാൻ ലാബ്, ഫോറൻസിക് സയൻസ് ലാബിലോട്ട് കയറാം. പിന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കമ്പനീസും ഇൻവെസ്റ്റിഗേഷൻ കമ്പനീസൊക്കെ ഉണ്ട്, അതിനകത്ത് കയറാം. ഈ പ്രാക്ടിക്കലാണ് ഇത് കൂടുതൽ വേണ്ടത്. പ്രാക്ടിക്കൽ സ്കിൽസ് ആണ് വേണ്ടത്. അതപ്പോൾ എത്ര ഡ്യൂറേഷനാണ്, എത്ര ടൈം? 1 ഇയർ ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഇത് MSc 2 ഇയർ കോഴ്സായിരുന്നു. അല്ല, ഈ പ്രവർത്തന പരിചയം എത്ര, ഒരു വർഷം? അത് ഓരോ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ PSc സയൻറ്റിഫിക് ലാബിലൊക്കെ കയറാനാണെങ്കിൽ ഇപ്പോഴും ഫോറൻസിക് സയൻസിൻ്റെ ഇതിലോട്ട് എലിജിബിലിറ്റി ആക്കിയിട്ടില്ല. സയൻറ്റിഫിക് ഓഫീസറിൻ്റെ പോസ്റ്റിലോട്ട് അവരെപ്പോഴും പ്യുവർ സയൻസ്, ഇപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PScയിലോട്ട് ആഡാക്കി വരുന്നതേ ഉള്ളൂ. സോ എക്സ്പീരിയൻസിൻ്റെ ഇതിലാണെങ്കിൽ അത് ഓരോ ഇതിനനുസരിച്ച് മാറും. ശരിക്കും ഈ റാങ്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് അല്ലേ? വീട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പഠനത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഞാൻ പുറത്താണ് BSc പഠിച്ചത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ തന്നെ അത് പഠിപ്പിച്ച്. പിന്നെ ഇവിടെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് പെട്ടെന്ന് MScക്ക് കയറാൻ വേണ്ടി. എനിക്ക് പറയാനുള്ളത്, മക്കളെ പഠിപ്പിക്കുക. മക്കളെ പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു നിലയിൽ നല്ലൊരു ജീവിതം മെച്ചപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള ഒരു ആവേശം നമ്മൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അവരെ സെക്യൂർ ഇതാക്കണം. അവരൊരു പ്രാപ്തിയിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ മകളെ ഇപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോഴും ഞാൻ മകളുടെ ആഗ്രഹപ്രകാരം അവൾ തന്നെ സ്വയം തിരഞ്ഞെടുത്ത വിഷയമാണ് ഫോറൻസിക് സയൻസ്. +2-ന് ബയോമാത്സ് എടുത്ത്, പിന്നെ അതിന് ശേഷം BSc ഫോറൻസിക്കിന് എനോപ്പയ എന്ന് പറഞ്ഞ കോളേജ് മംഗലാപുരത്ത് പഠിച്ച് 3 വർഷക്കാലം അവിടെ നിന്ന് വന്ന് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുസാറ്റിൽ കിട്ടി. 15 സീറ്റ് ഉണ്ടായുള്ളൂ. അതിന് അവൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ കിട്ടി. ഈ നിലയിൽ നല്ല പഠിക്കാനും നല്ല മനസ്സ് കാണിക്കുന്നൊരു ഇതായിരുന്നു. രാവിലെയൊക്കെ സുബഹിക്കൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ചിലപ്പോൾ 3 മണിക്ക് കഴിഞ്ഞിട്ട് പഠിക്കുന്ന പ്രകൃതമാണ്. അപ്പോൾ ശരിക്കും ഒരു സന്തോഷം ഉണ്ടായി പഠിക്കുന്നത് കൊണ്ട് അല്ലേ? സന്തോഷം. നമ്മളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും തല്ലുപിടിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും എപ്പോഴും ഇതാണ്, എന്നാലും ഒരു മനസ്സ്, പഠിക്കാനുള്ള മനസ്സ് കാണിച്ചതിൽ സന്തോഷം, അഭിമാനമാണ്. മനസ്സിലുണ്ട് ഉമ്മഴ അല്ലേ? എന്ത് പറയണമെന്നറിയില്ല, സന്തോഷത്തിൻ്റെ ഒരു അല്ലേ? അപ്പോൾ ശരിക്കും ഈ മകൾക്ക് റാങ്ക് ലഭിച്ചതിൽ സന്തോഷമാണോ, അതേ വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ? സന്തോഷം തന്നെയാണ്. ഭയങ്കര പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഫീസ് അടച്ചതും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഇതാണ് അവള് എന്താ ചെയ്യുക, അവള് പഠിക്കുന്നതിന് ഞങ്ങൾ നല്ല സപ്പോർട്ടാണ്. രാവിലെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കൂടി സമയമില്ലാണ്ടാണ് അവളിന്ന് ഈ 2-3 മാസക്കാലം പ്രൊജക്റ്റ് വർക്ക് ചെയ്തത്. രാത്രി 1 മണി വരെയൊക്കെ ഇരുന്നാണ്. അതൊരുപാട് കലൂരി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടാണ്
പ്രൊജക്റ്റ് വർക്ക് ചെയ്തത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ റാങ്ക്. അപ്പോൾ ശരിക്കും റാങ്കിനൊരു തിളക്കമുണ്ട്. തിളക്കമുണ്ട്. ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ മോള് ഇത്രയും പഠിച്ച് ഈ ഒരു തിളക്കം അവാർഡ് മേടിച്ചു. 5-ാം റാങ്കിൻ്റെ തിളക്കവുമായി അഫ്നിദക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.